അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അപവാദങ്ങളും ആക്ഷേപങ്ങളും കുറ്റങ്ങളും ചീത്ത വിളിക്കുന്നവരും ഇന്ന് വർദ്ധിച്ചു വരികയാണ്. 100% കളവാണെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ പോലും പൊതുസമൂഹത്തിൽ ആളുകൾ വിളിച്ചു പറയുകയാണ്. രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ആളുകളെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി മറ്റു പല നിലയ്ക്ക് ആളുകൾ വിഡ്ഢിത്തരങ്ങൾ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുകയാണ്. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് വിഡ്ഢിത്തമാണ്, ദുരുദ്ദേശമുണ്ട് എന്നുള്ളത്. ഇത്തരം പറയുന്ന ആളുകൾക്ക്, വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയുന്ന ആളുകൾക്ക് മറുപടി വേണോ വേണ്ടയോ? അവരോട് മറുപടി പറഞ്ഞിട്ട് കാര്യം ഇല്ല. എന്തിന് അവരോട് മറുപടി പറയണം? ഒരു ഉപകാരവും ഇല്ല. കാരണം അവർക്ക് ചില ദുരുദ്ദേശങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് അവർ വിഡ്ഢിത്തരങ്ങളും പൊട്ടത്തരങ്ങളും പൊതുസമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയുന്നത്. ഇങ്ങനെ വിളിച്ചു പറയുന്ന ആളുകൾ പലപ്പോഴും ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ആളുകളാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്, പൊതുസമൂഹത്തോട് സംവദിക്കുന്ന ആളുകളാണ്. ഈ വിളിച്ചു പറയുന്ന വിഡ്ഢിത്തരങ്ങൾ പലപ്പോഴും അവർ ലക്ഷ്യമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ വിഡ്ഢിത്തരം കൊണ്ട് അത് നേടിയെടുക്കുന്നു ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഡ്ഢിത്തരങ്ങൾ പറയുന്ന ആളുകൾക്ക് മറുപടി പറയരുത്. എല്ലാറ്റിനും മറുപടി പറയരുത് എന്നതിന് ഇതിന് അർത്ഥവും ഇല്ല. തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കണം എന്ന് മാത്രം. അതല്ലാതെ ആ വിഡ്ഢിത്തരത്തിന്റെ പിന്നാലെ പോയി അവരെ ആളാക്കി എടുക്കരുത് എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കവിതയിലൂടെ ഇത് നമുക്ക് വിശദീകരിക്കാം. മഹാനവറുകൾ പാടുന്നു: യുഹാത്തിബുനി സഫീഹു ബികുല്ലി കുബ്ഹിൻ വ അക്റഹു അൻ അകൂന ലഹു മുജീബ. എന്താ മഹാനവറുകൾ പറയുന്നത്? യുഹാത്തിബുനി, എന്നെ ചീത്ത പറയുന്നു, അസ്സഫീഹു, വിഡ്ഢികൾ എന്നെ ചീത്ത പറയുന്നു, ബികുല്ലി കുബ്ഹിൻ, എല്ലാ മോശത്തരമായ കാര്യങ്ങൾ കൊണ്ടും അവർ എന്നെ വിഡ്ഢികൾ എന്നെ ചീത്ത പറയുന്നു. വഅക്റഹു അൻ അകൂന ലഹു മുജീബ, ഞാൻ അവർക്ക് മറുപടി പറയാൻ വെറുക്കുന്നു, അഥവാ ഞാൻ അവർക്ക് മറുപടി പറയുന്നില്ല. എന്താ കാരണം? യസീദു സഫാഹത്തൻ വഅസീദു ഹിൽമാ കഉദിൻ സാദഹുൽ ഇഹ്റാഖു തീബാ. ഒരാൾ വിഡ്ഢികൾ എത്ര വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞാലും ഞാൻ സഹിക്കും, അവരെന്തും പറഞ്ഞുകൊട്ടെ. യസീദു സഫാഹത്തൻ, അവരിങ്ങനെ വർദ്ധിപ്പിക്കുന്നു, പൊട്ടത്തരങ്ങൾ, ഇങ്ങനെ വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയുന്നു. വഅസീദു ഹിൽമാ, അതിനനുസരിച്ച് എനിക്ക് ക്ഷമ, അത് സഹിക്കാൻ എനിക്ക് കഴിയും. എന്തേ? മഹാനവറുകൾ തന്നെ ഉദാഹരണം പറയുന്നു. കഊദിൻ സാദഹുൽ ഇഹ്റാഖു തീബാ, നാം സുഗന്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഊതുണ്ടല്ലോ, ആ ഊത് എത്രമാത്രം നമ്മൾ കത്തിക്കുന്നുവോ അതിനനുസരിച്ച് നിന്നുള്ള സുഗന്ധങ്ങൾ ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കും. അതുപോലെ എന്നെ സഫാഹത്ത്, വിഡ്ഢിത്തരങ്ങൾ, എന്നെ കുറിച്ച് വിഡ്ഢിത്തരങ്ങൾ ആരെല്ലാം പറയുന്നുവോ അതിനനുസരിച്ച് എനിക്ക് സഹിക്കാൻ കഴിയും എന്നുള്ളതാണ്. മാത്രമല്ല മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തുടരുന്നു: ഇദാ നതക സഫീഹു ഫലാ തുജിബുഹു, ഒരു വിഡ്ഢി എന്താണ് ചീത്ത പറയാൻ തുടങ്ങിയാൽ മറുപടി പറയരുത്. അവന് ഫലാ തുജിബുഹു, ആ വിഡ്ഢിക്ക് നിങ്ങൾ മറുപടി പറയരുത്. ഫഖൈറും മിൻ ഇജാബതിഹി സുകൂതു, ആ വിഡ്ഢിത്തരം വിളിച്ചു പറയുന്നവന് മറുപടി പറയുന്നതിനേക്കാൾ ഉത്തമം സുകൂതു, എന്താണ്? മൗനം പാലിക്കലാണ്. അത് കേട്ടില്ല എന്ന് നടിച്ചിരിക്കലാണ് ഏറ്റവും ഉത്തമം. ഫഇൻ കല്ലംതുഹു ഫറജ്ത അൻഹു വഇൻ ഖല്ലൈതഹു കമദൻ യമൂതു. നമ്മൾ മനസ്സിലാക്കണം, മഹാനവറുകൾ പറയുന്നു, വിഡ്ഢികളോട് മറുപടി പറഞ്ഞാൽ വിഡ്ഢികളുടെ അവസ്ഥ നീങ്ങിക്കിട്ടും. അഥവാ അവർക്ക് ചില ഉദ്ദേശങ്ങൾ ഉണ്ടല്ലോ, ആ ഉദ്ദേശങ്ങൾ അങ്ങനെ നിൽക്കും. വഇൻ ഖല്ലൈതഹു, അവരെ വെറുതെ വിട്ടാലോ അവർ മരിച്ചു പോകും, അഥവാ അവർ
ഇല്ലാതെയാകും. അപ്പോൾ അവർക്ക് മറുപടി പറയാതിരുന്നാൽ എന്താകും? അവര് താനെ ഇല്ലാതെയാകും. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ വിഡ്ഢിത്തരങ്ങളും പൊട്ടത്തരങ്ങളും വിളിച്ചു പറയുന്ന ആളുകൾക്ക് മറുപടി പറയാതിരിക്കലാണ് ഏറ്റവും ഉത്തമം. അവർക്ക് ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യങ്ങൾ നമ്മൾ മറുപടി പറയുന്നതിലൂടെ അവർ നേടിയെടുക്കും. എന്നാൽ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ, പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാകുമ്പോൾ അത് തിരുത്താനും നമ്മൾ ശ്രമിക്കണം എന്ന് പറഞ്ഞ് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.